ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു അത്ഭുത യാത്ര പോകാൻ പോവുകയാണ്. നമ്മുടെ കണ്ണിന് കാണാൻ പോലും പറ്റാത്തത്ര ചെറുതാണെങ്കിലും ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്ന ഒരു യാത്ര. ഒരു പൂവിന്റെ ഹൃദയത്തിനുള്ളിലേക്ക്, അതിന്റെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്കുള്ള ഒരു യാത്ര. നമ്മളെല്ലാവരും പൂക്കളെ കാണാറുണ്ട്, പഴങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, കാണാൻ ഇത്ര ഭംഗിയുള്ളൊരു പൂവ് എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന മധുരമുള്ളൊരു പഴമായി മാറുന്നതെന്ന്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ റെഡിയല്ലേ? ഓരോ പൂവിനും ഈ ലോകത്തില് ഒരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ട്. എന്താണെന്നറിയോ? അതിന്റെ അടുത്ത തലമുറയെ ഉണ്ടാക്കുക. അപ്പോ ആ വലിയ ദൗത്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രോസസ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പരാഗണം അഥവാ പോളിനേഷനാണ്. വളരെ സിമ്പിളായി പറഞ്ഞാല് പൂമ്പൊടി, അതായത് പോളൻ, ഒരു പൂവിന്റെ ആൺഭാഗത്തു നിന്ന് പെൺഭാഗത്തേക്കെത്തുന്ന ആ ഒരു പ്രോസസ്സ്. ഈ ഒരു ചെറിയ കൈമാറ്റമാണ് എല്ലാ വലിയ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. ഈ പരാഗണം നടത്താൻ പൂക്കൾക്ക് പ്രധാനമായും രണ്ട് വഴികളുണ്ട്. ഒന്ന് സ്വപരാഗണം, അതായത് ഒരു പൂവ് അതിന്റെ സ്വന്തം പൂമ്പൊടി തന്നെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് പരപരാഗണം. ഇവിടെ ഒരു പൂവിലെ പൂമ്പൊടി അതേപോലത്തെ വേറൊരു ചെടിയിലെ പൂവിലേക്ക് എത്തുന്നു. ഇതിനാണ് കൂടുതൽ പ്രാധാന്യം, കാരണം ഇത് ചെടികളിൽ കൂടുതൽ ജനിതക വൈവിധ്യമുണ്ടാക്കുന്നു. അതായത് ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പൂമ്പൊടിക്ക് സ്വന്തമായി പറക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ യാത്ര നടക്കുന്നത്? അവിടെയാണ് നമ്മുടെ കഥയിലെ ഹീറോസ് വരുന്നത്, പ്രകൃതിയുടെ അത്ഭുത സഹായകർ. ശരിക്കും പറഞ്ഞാൽ ഇവരാണ് പ്രകൃതിയിലെ ഏറ്റവും മുഖ്യമായ ഡെലിവറി സർവീസ്. കാരണം ജീവൻ മുന്നോട്ടു പോകുന്നു എന്നുറപ്പിക്കാൻ വേണ്ടി അവർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു. ഈയൊരു വാചകം മാത്രം മതി ഇവരുടെ വില മനസ്സിലാക്കാൻ, അല്ലേ? അപ്പോ ആരാണ് ഈ സഹായികൾ? ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് തേനീച്ചകളും ചിത്രശലഭങ്ങളുമൊക്കെ. അവര് തേൻ കുടിക്കാൻ ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറക്കുമ്പോ അവരുടെ ദേഹത്ത് പറ്റിപ്പിടിക്കുന്ന പൂമ്പൊടി അടുത്ത പൂവിലെത്തുന്നു. കിളികളും ഈ ജോലി ചെയ്യാറുണ്ട്. ഇനി ചില ചെടികൾക്ക് ഈ ജോലി ചെയ്യാൻ കാറ്റിന്റെയും വെള്ളത്തിന്റെയും സഹായം വേണം. അങ്ങനെ പലരുടെയും സഹായത്തോടെ നമ്മുടെ പൂമ്പൊടി അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. പക്ഷേ യാത്രയുടെ ഏറ്റവും ത്രില്ലിംഗായ ഭാഗം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അതെ, പൂമ്പൊടി പൂവിന്റെ പെൺഭാഗമായ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. യാത്രയുടെ ആദ്യഘട്ടം വിജയം. പക്ഷേ യഥാർത്ഥ മിഷൻ ഇനിയാണ് തുടങ്ങുന്നത്. സ്റ്റിഗ്മയിലെത്തിയ പൂമ്പൊടിയിൽ നിന്ന് താഴേക്കൊരു നേർത്ത കുഴൽ വളരാൻ തുടങ്ങും. ഇതിനെ പോളൻ ട്യൂബ് എന്ന് പറയും. ഈ ട്യൂബിലൂടെ ആൺബീജം അണ്ഡാശയത്തിനുള്ളിലുള്ള അണ്ഡം തേടി ഒരു യാത്ര തുടങ്ങും. അവസാനം ആ നിർണായകമായ കൂടിച്ചേരൽ സംഭവിക്കുന്നു. ഈ ഒരു കൂടിച്ചേരലിനെയാണ് നമ്മൾ ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആ പൂമ്പൊടിയുടെ ദൗത്യത്തിന്റെ ക്ലൈമാക്സ്. ഈ നിമിഷത്തിലാണ് ഒരു പുതിയ വിത്ത് ജനിക്കുന്നത്, ഒരു പുതിയ ജീവന്റെ തുടക്കം. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്തിനാണ് ഇത്രയും സങ്കീർണമായ ഒരു പ്രോസസ്സ്? ഈ ചെറിയ യാത്രയ്ക്ക് നമ്മുടെ ലോകത്ത് എന്തു പ്രാധാന്യമാണുള്ളത്? ഈ കണക്കൊന്ന് നോക്കൂ. 75%. ലോകത്ത് നമ്മൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണസാധനങ്ങളിൽ 75% ഉണ്ടാകുന്നത് ഈ പരാഗണ സഹായികൾ ഉള്ളതുകൊണ്ടു മാത്രമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ഭക്ഷണത്തിന്റെ 3/4 ഈ കുഞ്ഞൻ ജീവികളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അപ്പോ ഈ അത്ഭുതയാത്രയുടെ അവസാനത്തെ സമ്മാനം എന്താണെന്നല്ലേ? ബീജസങ്കലനം കഴിഞ്ഞ ആ അണ്ഡം ഒരു വിത്തായി മാറും. അതിനെ പൊതിഞ്ഞുകൊണ്ട് അണ്ഡാശയം വളർന്ന് നല്ല മധുരമുള്ള പഴമായി മാറും. അതെ, നമ്മൾ കഴിക്കുന്ന ഓരോ ആപ്പിളും മാങ്ങയും ഓറഞ്ചുമെല്ലാം ഈ രഹസ്യയാത്രയുടെ വിജയകഥയാണ് പറയുന്നത്. പോകുന്നതിനു മുൻപ് നമുക്ക് സ്വയം ഈ ഒരു ചോദ്യം ചോദിക്കാം. ഈ പരാഗണ സഹായികൾ, ഈ തേനീച്ചകളും പക്ഷികളുമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും? നമ്മുടെ ഭക്ഷണമേശകൾ, കൃഷിയിടങ്ങൾ, പൂന്തോട്ടങ്ങൾ എല്ലാം എത്രത്തോളം ശൂന്യമായിരിക്കും, അല്ലേ? അടുത്ത തവണ നിങ്ങൾ ഒരു പൂവിനെയോ ഒരു തേനീച്ചയെയോ കാണുമ്പോൾ അവ ചെയ്യുന്ന ഈ വലിയ ജോലിയെക്കുറിച്ച് ഒരു നിമിഷം ഓർക്കുക.